നമസ്കാരം. റൂട്ട് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് കിളിമാനൂർ സ്വദേശികളെ മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും കമ്പിവടി ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതികളെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നുംപുറം ഇളമ്പഴന്നൂർ നുജാഫ് മൻസിലിൽ 34 വയസ്സുള്ള ചെമ്പൻ ഷാൻ, കല്ലുവാതുക്കൽ വട്ടക്കുഴിക്കൽ സുധീഷ് ഭവനിൽ 26 വയസ്സുള്ള സുജുലാൽ എന്ന മുടിയൻ, ചടയമംഗലം ഇളമ്പഴന്നൂർ ചരുവിള വീട്ടിൽ 26 വയസ്സുള്ള അജാസ് എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 27-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കിളിമാനൂർ സ്വദേശികളായ കൃഷ്ണനുണ്ണി, പ്രതീഷ്, ഗിരീഷ്, ഷൈജൻ, മണിലാൽ എന്നിവരെയാണ് പ്രതികൾ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത്. ചടയമംഗലം ബിവറേജസിന് മുന്നിൽ വെച്ചാണ് ആക്രമണം നടന്നത്. സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ: കിളിമാനൂർ സ്വദേശികളായ കൃഷ്ണനുണ്ണിയും സുഹൃത്തുക്കളും പ്രതികളുടെ വസ്തുവിന് സമീപം വാഹനം പാർക്ക് ചെയ്തു. വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലി പ്രതികളും കിളിമാനൂർ സ്വദേശികളായ യുവാക്കളും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടു. തുടർന്ന് പ്രതികൾ കമ്പിവടികളും കാമ്പും ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയുവാനായി ചെന്ന കൃഷ്ണനുണ്ണിയുടെ തല കമ്പിവടി ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു. തലയിൽ 3 സ്റ്റിച്ചുകളുണ്ട്. കൃഷ്ണനുണ്ണിയുടെ സുഹൃത്തായ പ്രതീഷിന്റെ 5 പവൻ തൂക്കം വരുന്ന മാല നഷ്ടപ്പെടുകയും ചെയ്തു. കുറ്റകരമായ നരഹത്യാശ്രമം എന്നിവ ഉൾപ്പെടുത്തിയാണ് പ്രതികൾക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതിയായ ചെമ്പൻ ഷാനിന് നിരവധി കേസുകൾ വേറെയുമുണ്ട്. 2022-ൽ കാപ്പ പ്രകാരം ഇയാളെ നാടുകടത്തിയിട്ടുണ്ട്. ചടയമംഗലത്ത് നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നു. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് റൂട്ട് വിഷൻ ന്യൂസ്.